ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്സും തേർഡ് പാർട്ടിയുടെ ക്യാരക്ടറും എന്താണെന്ന് നോക്കാം. അതാണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് ജനറൽസ് റീഡിങ്ങുമാണ്. നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. എല്ലാവരുടെയും എനർജി ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും കൂടെ എനർജി, അപ്പോൾ എല്ലാ കാര്യം എല്ലാവർക്കും റെഡി ആവുമോ എന്ന് പറയാൻ പറ്റില്ല. നാളെ തേർഡ് പാർട്ടി പേഴ്സൺ നിങ്ങളുടെ മൂന്നും വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും പേരെടുത്ത് പറഞ്ഞിട്ടാണ് റീഡിങ് ഇട്ടത്. ഇത് തേർഡ് പാർട്ടിയുടെ എനർജി, ഇത് പേഴ്സൻ്റെ എനർജി, ഇത് നിങ്ങളുടെ എനർജി ആണ്. അതിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് എതിരായി നിൽക്കുന്ന എന്തും ആരും ആകാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എക്സ്ട്രാ മാരീഡ് അഫെയറോ എല്ലാം ആകും. അല്ല വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, അതൊക്കെ തേർഡ് പാർട്ടി തന്നെയാണ്. കുറേ പ്രാവശ്യം എല്ലാവർക്കും പിന്നെയും ഒരു സംശയം, അതുകൊണ്ടാണ് ഇത് പിന്നെ ആവർത്തിച്ച് പറയുന്നത്. റീഡിങ്ങിൽ ഇത് കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചാൽ ഇടാം. ഓവറോൾ എനർജി വന്നത് ഒരു 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. എന്നാലും നിങ്ങളതിൽ വിജയിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, അതും വിജയിക്കുന്നു തന്നെ കാണുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 3 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനാണെന്നാണ് കാണുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഒരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. കുറച്ച് അകലമാണ്, അടുത്തല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സുകൊണ്ടാകുന്നതായിരിക്കാം. അല്ല കുറച്ച് കാലം മുന്നേ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായും കാണുന്നുണ്ട്. അങ്ങനെ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തി ജഗിൾ ചെയ്യുന്നതായും കാണുന്നുണ്ട്. മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. അടുത്ത് വന്നത് ഒരു 6 ഓഫ് വാൻഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ പേടിച്ചിട്ട് ഭയപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്ന് തേർഡ് പാർട്ടീനെ ആയിരിക്കും, ചിലപ്പം പാരൻസിനെ ആവാം. അപ്പോൾ ഇവരെയൊക്കെ പേടിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പുറത്ത് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനവർക്ക് കഴിയാത്ത ഒരവസ്ഥയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. ആരും അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ അവരുടെ മനസ്സ് മനസ്സിലാക്കാനോ ആരും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെല്ലാവരും തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ ഇയാൾക്ക് കുറച്ച് വിഷമമുണ്ട്. എങ്ങനെയാണ് ഇവരെ തട്ടി മാറ്റി മുന്നോട്ട് പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ് അയാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഇവരുമായിട്ടൊരു ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവരെയൊക്കെ പാരൻസിനെ ആയാലും തേർഡ് പാർട്ടിനെ ആയാലും തട്ടി മാറാൻ അവരായിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിൽ ഇപ്പോൾ അവരെടുത്ത് മാറി പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ആ പേഴ്സണ് ഒരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്നാണ്. കാരണം എന്താ, ചിലപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു സ്നേഹം എന്തായാലും ഉണ്ടാവുന്നില്ല. എത്ര എങ്ങോട്ട് മാറിയാലും ആ മനസ്സിൽ നിന്ന് ആ സ്നേഹം വിട്ടു പോകില്ല. മക്കളൊക്കെ ആണെങ്കിൽ ആ സ്നേഹം ഉണ്ടാവും.
അപ്പോൾ അവർക്ക് പിന്നെ ആരുടെ കൂടെ നിന്നാലും നിങ്ങളുടെ ഓർമ്മകൾ വിട്ടുപോകുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഓർമ്മകളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ എന്തിൻ്റെ പുറകെയാണോ പോയതെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം വെറും വെഡ്ഡിത്തരായിപ്പോൾ അന്ന് ചെയ്തത്. ഇപ്പം ഒരു നല്ലൊരു കുടുംബജീവിതമാണ് ഇവരിപ്പോൾ നല്ല സന്തോഷമുള്ള ജീവിതം നിങ്ങളുമൊത്തുള്ള ഒരു കുടുംബമായിട്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ തേർഡ് പാർട്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാകും നിങ്ങളെ വിട്ടിട്ട്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പറഞ്ഞ രണ്ട് വ്യക്തികൾക്കും, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് കാണുന്നത്. അവർ രണ്ട് പേരും ഇപ്പോൾ മനസ്സോടെയാണ്, ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി പേഴ്സൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ആൾക്ക് ചിലപ്പം വേറൊരു റിലേഷൻ ഉണ്ടാവാൻ സാധ്യതയാണ്. അത് ഇയാൾ അറിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇവർക്ക് ഇവരുടെ ചീറ്റിങ് നടന്നായിരുന്നു. അപ്പോൾ അവിടെ ഇയാൾക്കൊരു പ്രശ്നം വന്ന് അവരുമായിട്ടുള്ള. അപ്പോൾ അപ്പോൾ ഇവർക്ക് പാസ് ചെയ്ത തെറ്റിന് ഇവർക്ക് ശിക്ഷ കിട്ടിയതായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലവർ പശ്ചാത്തപിക്കുന്നുണ്ട്. ഞാൻ ചെയ്തതിന് എനിക്കിപ്പോൾ തിരിച്ചടി കിട്ടിയല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്തോ ഒരു പ്രതീക്ഷയിൽ നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ത്രീ ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് നന്നായിട്ട് ഇയാൾക്ക് ഹാർട്ട് ബ്രേക്ക് കിട്ടിയതായിട്ടാണ് കാണുന്നത്. നന്നായിട്ട് ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന്. അപ്പോൾ പിന്നെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർ ഒരു പേഴ്സണിൽ നിന്നും വിട്ടു പോയത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഇയാൾ നോക്കി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഇവരെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ വിട്ടു പോയത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ തേർഡ് പാർട്ടി ഇയാളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇനിയിപ്പോൾ അവർ തിരിച്ചു വരുമോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണും. അവർ അത്രയും പിന്നെ അവരെ സ്നേഹിച്ചത് കൊണ്ട് ഇയാൾക്ക് അത്രയും വിഷമമാണ് ഇപ്പോൾ കിട്ടിയത്. അത് നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു കർമ്മയായിട്ട് ആണ് ഇയാളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു സിക്സ് ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ പിന്നെ അവിടെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, എവിടെ നിന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ എങ്ങോട്ടെങ്കിലും അവിടുന്ന് ഒരു ദൂര സ്ഥലത്തേക്ക് പോലെ അവിടെ നിൽക്കുന്ന അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിലും അവർക്ക് അവിടെ മാനസികമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അവിടുന്ന് കുറേ പ്രശ്നങ്ങൾ കാരണം എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോരും എന്നാണ് കാണുന്നത്. ഒരു നയൻ ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ വ്യക്തി വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റുമോ, നിങ്ങൾ വന്നാൽ സ്വീകരിക്കുമോ, ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇയാൾക്ക് ഉറക്കമില്ല, വളരെ പിന്നെ പെയിനാണുള്ളത്. അതുപോലെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. എല്ലാ പ്രാവശ്യവും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളൊന്നും മിണ്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സങ്കടത്തിലാണെന്നാണ് കാണുന്നത്. നഷ്ടപ്പെട്ട എന്തൊക്കെയോ ആലോചിച്ച് വിഷമിക്കുകയാണ് ഇപ്പോൾ. ഒരു ടു ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാ ചെയ്യുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാതെ എന്താ ചെയ്യുക, അപ്പോൾ ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെയാണ് ഒഴിവാക്കേണ്ടത് ഒന്നും അയാൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല.
ഏതാ നല്ലത് ഏതാ ചെയ്ത. അപ്പോൾ അയാൾ ആ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 7 ഓഫ് പെൻറ്റിക്കിളുടെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുക എന്തെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയിൽ നിന്നും മാറി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് ഒരുപാട് വർഷത്തെ പഴങ്ങണം. ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇത് വിട്ട് പിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് 2 പേർക്കുള്ളത്. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാനാണ് സാധ്യത. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജി വന്നിട്ടുണ്ട്. അവരിപ്പോൾ തേർഡ് പാർട്ടിക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്തത് പോലെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ പാഷനുമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർ പണത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തു വന്നാലും നേരിട്ട് കളയാമെന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പം ഏതോ ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നൽ ഇപ്പോൾ അവർക്കുണ്ട്. ആ ശക്തി അവരെ ഗൈഡ് ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയെങ്കിലേ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവരുടെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു എംബ്രറിൻ്റെ എനർജി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരാളാണ് ആയിരിക്കണം. അപ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കുന്ന ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾ ആരുടെ തെറ്റും പൊറുക്കൂല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമാണ് അയാൾക്കുള്ളത്. അയാളുടെ തെറ്റിനൊന്നും അയാളുടെ മാപ്പ് പറയില്ല. മറ്റുള്ളവർ തെറ്റ് കാണിക്കുമ്പോൾ അത് ക്ഷമിച്ചു കൊടുക്കൂല. അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമായിട്ടാണ് അയാൾക്കുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിനെ അപ്പോൾ അവർ ശരിയായ രീതി ഫോക്കസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരത്രയും ഫോക്കസായി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ കാര്യം സാധിക്കുമെന്നാണ് കാണുന്നത്. അത്രയും മനസ്സിനെ ശക്തമാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതിലേക്ക് മാത്രമാണ് ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഉള്ളത്. ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ ഇവരോടൊന്നും തുറന്നു പറയുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അയാൾ വിചാരിച്ചതുപോലെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ജീവിതം സക്സസ് ആകുന്നില്ല എന്ന് കാണുന്നത്. അതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. അവർക്കിപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പം ഒരു നാണക്കേടായിട്ടാണ് അവർക്കിപ്പോൾ തോന്നുന്നത്. ഒന്നിനും പറ്റാതെ വിഷമിച്ച് തല താഴ്ത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് അവർക്കിപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവർ തിരിച്ച് വരുമോ എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരുമോ എന്ന് നോക്കാം. ഇത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിലേക്ക് തിരിച്ച് വരുമോ? തിരിച്ച് വരേണ്ടവരെ കാര്യമാണ് നോക്കുന്നത്. ഒരുപാട് പേര് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർ തിരിച്ച് വരുമോ എന്നാണ് നോക്കുന്നത്. 5 ഓഫ് കപ്പ് സൈഡാണ്. 8 ഓഫ് പെൻറ്റിക്കിൾ. ചില ആൾക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. അവരുടെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവർ ദുഃഖിച്ചിരിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് പേഴ്സൺ അവരിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് കാണുന്നത്. അവർ എന്നേക്കുമായി ചിലപ്പോൾ വിട്ട് പിരിഞ്ഞതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? മെഡിറ്റേഷൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, വരാനിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ പ്രസൻറ്റിലും ഫ്യൂച്ചറിലും അല്ല ചിന്തിക്കുന്നത്, പാസ്റ്റിൽ തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പ്രസൻറ്റും ഫ്യൂച്ചറും ചിന്തിക്കുക. എന്നാലേ നിങ്ങളിലേക്ക് നല്ലത് വരികയുള്ളൂ. എന്നാൽ ചേഞ്ച് ആവുന്നതായിരിക്കും. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക.
നിങ്ങൾ സന്തോഷത്തിലൂടെയും സമാധാനത്തിലൂടെയും അത് എല്ലാവർക്കും ഉള്ളതല്ല, ചില ആളുകളെ കാര്യമാണ് പറഞ്ഞത്. ചില ആൾക്കാർക്ക് എന്താണ് അവരുടെ ലൈഫിൽ റിലേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ചില ആൾക്കാർ വിട്ട് കളഞ്ഞിട്ടില്ല എന്നാണ്, ചില ആൾക്കാരത് വിട്ട് കളഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇയാളെ കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് എംബിഷൻസ് ഉള്ള ആളാണെന്നാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതാണ് കാണുന്നത്. അന്ന് ചിന്തിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ എന്താ പിന്നേക്ക് ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് പലരുടെ എനർജിയാണ്, എല്ലാവർക്കും ഒരുപോലെ വരില്ല. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു കമൻറ്റായി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയുമായി കാത്തിരിക്കുക. താങ്ക് യു. ഞാൻ ഇതിന് ഫിനാൻസ് ഇടണമെന്നുണ്ട്, ഫിനാൻസ് ഇട്ടില്ല. അതങ്ങനെ ആരും കണ്ടിട്ടില്ല, എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഫിനാൻസ് ഒന്നും ഇട്ടത്. ഓക്കെ.